ഇന്ന് നമുക്കൊരു സെന്റൻസ് എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. സെന്റൻസ് മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി സെന്റൻസ് നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രാമർ പോയിന്റ് ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന് പകരം സെന്റൻസ് മേക്കിങ്ങിന് ആവശ്യമായ ടിപ്സ്, അതേപോലെ തന്നെ ഗ്രാമർ, അതെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെസൺ മുഴുവൻ കാണുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നൊരു ഫീച്ചർ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവന്നാൽ ശരിയാവുമോ? ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? നമുക്ക് ഒരാളെ കൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് ബ്രിങ് എലോങ്. കൊണ്ടുപോവുക എന്നതിന് നമുക്ക് ടേക്ക് എലോങ് എന്ന് പറയാം. കൊണ്ടുവരിക എന്നതിന് ബ്രിങ് എലോങ് എന്ന് പറയാം. ബ്രിങ് എന്ന് പറയുമ്പോൾ കൊണ്ടുവരിക, ടേക്ക് എന്ന് പറയുമ്പോൾ കൊണ്ടുപോവുക. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവന്നാൽ ശരിയാവുമോ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നെല്ലാം ചോദിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് വിൽ ഇറ്റ് ബി ഓൾ റൈറ്റ്. ഓൾ റൈറ്റ് നമുക്ക് രണ്ട് വാക്കായി എഴുതാം, അല്ലെങ്കിൽ ഒറ്റ വാക്കായി എഴുതാം. ഒറ്റ വാക്കായി എഴുതുന്ന സമയത്ത് സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. ഒരു എൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവന്നാൽ ശരിയാവുമോ? വിൽ ഇറ്റ് ബി ഓൾ റൈറ്റ്, ശരിയാവുമോ? ഞാൻ കൂടെ കൊണ്ടുവന്നാൽ, ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട് അലോങ്. വിൽ ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട് അലോങ്. ഇത് ടൈപ്പ് 1 കണ്ടീഷണലാണ് ഈ സെന്റൻസ്. ഇഫ് ക്ലോസസ് 3 തരത്തിലുണ്ട്: ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസും മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണ്. അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വിൽ ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട് എലോങ്. ശരിയാവുമോ എന്ന് ചോദിക്കാനാണ് വിൽ ഇറ്റ് ബി ഓൾ റൈറ്റ് എന്ന് പറയുന്നത്. ശരിയാവും എന്ന് പറയാൻ ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. ശരിയാവും എന്ന് പറയുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് ഇല്ല. ഇങ്ങനെ സബ്ജക്റ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ പൊതുവെ ഇറ്റ് ഉപയോഗിച്ച സെന്റൻസ് തുടങ്ങുക. ഇതേ കാര്യം തന്നെ നമുക്ക് ടൈപ്പ് 2 കണ്ടീഷണൽ ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വില്ലിന് പകരം വുഡ് ഉപയോഗിക്കും. ബ്രിങ് എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബിന് പകരം നമ്മൾ ബ്രോട്ട് എന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വെർബ് ഉപയോഗിക്കും. ടൈപ്പ് 1 കണ്ടീഷണലും ടൈപ്പ് 2 കണ്ടീഷണലും റിയൽ ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് ഇങ്ങനെയും ചോദിക്കാം: വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രോട്ട് എ ഫ്രണ്ട് എലോങ്. ഇവിടെ വുഡ്, ബ്രോട്ട് പാസ്റ്റ് ടെൻസിലുള്ള ഈ വെർബ്സ് കണ്ടതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിനെ കുറിച്ചാണെന്ന് കരുതരുത്. ഈ ചോദ്യവും ഫ്യൂച്ചറിനെ കുറിച്ച് തന്നെയാണ്. ടൈപ്പ് 1 കണ്ടീഷനിൽ നമ്മൾ സാധ്യത കൂടുതലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ടൈപ്പ് 2 കണ്ടീഷനിൽ പൊതുവെ സാധ്യത കുറവുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ഒരാളോട് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി പൊളൈറ്റ് ആക്കുന്നതിന് വേണ്ടിയും നമുക്ക് ടൈപ്പ് 2 കണ്ടീഷനിൽ ഉപയോഗിക്കാം. ഇവിടെ ആദ്യത്തെ സെന്റൻസിനേക്കാൾ കുറച്ചുകൂടി പൊളൈറ്റ് ആണ് രണ്ടാമത്തെ സെന്റൻസ്. ബ്രിങ് എലോങ്, ടേക്ക് എലോങ്, ഇതെല്ലാം നമ്മളെ കൂടെ കൊണ്ടുപോവുക, കൂടെ കൊണ്ടുവരിക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ കൂടെ കൊണ്ടുപോയി എന്ന് പറയാൻ നമുക്ക് വി ടുക്ക് ദ കിഡ്സ് അല്ലെങ്കിൽ ദ ചിൽഡ്രൻ എലോങ് എന്ന് പറയാം. വി ടുക്ക് ദ കിഡ്സ് എലോങ്. ഇതിനർത്ഥം നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോയി എന്നാണ്. ആ ഫിലിം എന്നെ നിരാശപ്പെടുത്തുക, ഡിസപ്പോയിന്റ്. നമ്മളൊരു സെന്റൻസ് നിർമ്മിക്കുന്ന സമയത്ത് ആ സെന്റൻസ് എന്തിനെ കുറിച്ചാണ് എന്ന് നോക്കണം ആദ്യം. അത് എന്തിനെ കുറിച്ചാണോ അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഈ സെന്റൻസ് ആ ഫിലിം എന്നെ നിരാശപ്പെടുത്തി എന്ന സെന്റൻസ് ആ സിനിമയെ കുറിച്ചുള്ളതാണ്, ആ ഫിലിമിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ അതായിരിക്കണം ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ദാറ്റ് ഫിലിം എന്നെ നിരാശപ്പെടുത്തി. ഡിസപ്പോയിന്റഡ്, ആരെ? എന്നെ. ദാറ്റ് ഫിലിം ഡിസപ്പോയിന്റഡ് മീ. ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ വേർഡ് ഓർഡർ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഫിലിം ഡിസപ്പോയിന്റഡ് മീ. ആ സിനിമ എന്നെ നിരാശപ്പെടുത്തി. അത് കൂടുതൽ നല്ലതായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. വി തോട്ട്. അത് കൂടുതൽ നല്ലതായിരിക്കും. ഇറ്റ് വിൽ ബി ബെറ്റർ. ഇനി നമുക്കിതിനെ കണക്ട് ചെയ്യാൻ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇറ്റ് വിൽ ബി ബെറ്റർ എന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. വി തോട്ട് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് നമുക്ക് ദാറ്റ് ക്ലോസിൽ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിവിടെ വില്ലിന് പകരം വുഡ് ആണ് ഉപയോഗിക്കുന്നത്. വി തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ. ആക്ച്വലി ഇവിടെ വി തോട്ടിന് ശേഷം ദാറ്റ് എന്നൊരു കൺജങ്ഷൻ കൂടിയുണ്ട്. നമ്മളത് പൊതുവെ ഒമിറ്റ് ചെയ്യാണ് പതിവ്. വി തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ. ഇറ്റ് വിൽ ബി ബെറ്റർ അല്ല, ഇറ്റ് വുഡ് ബി ബെറ്റർ. മെയിൻ ക്ലോസിലെ വെർബ് തോട്ട് പാസ്റ്റ് ടെൻസിലായത് കാരണമാണ് നമ്മളിവിടെ സബോർഡിനേറ്റ് ക്ലോസിൽ വുഡ് ഉപയോഗിക്കുന്നത് വില്ലിന് പകരം. ഞങ്ങളുടെ പുതിയ ബോസ് അത്ര പോപ്പുലർ അല്ല.
അത്ര പോപ്പുലർ അല്ല എന്ന് പറയാൻ നമുക്ക് നോട്ട് വെരി പോപ്പുലർ എന്ന് പറയാം. അവർ ന്യൂ ബോസ് ഈസ് നോട്ട് വെരി പോപ്പുലർ. ഞങ്ങളുടെ പുതിയ ബോസ് അത്ര പോപ്പുലർ അല്ല. ആർക്കും തന്നെ അയാളെ ഇഷ്ടമല്ല. ആർക്കും തന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നോബഡി ലൈക്സ് ഹിം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ഹാർഡ്ലി ഉപയോഗിച്ചും പറയാം. ഹാർഡ്ലി എനിബഡി ലൈക്സ് ഹിം. ഹാർഡ്ലി എനിബഡി അല്ലെങ്കിൽ എനി വൺ ലൈക്സ് ഹിം. നോബഡി ലൈക്സ് ഹിം എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. ഹാർഡ്ലി എനിബഡിയാണ് നോബഡി. ഹാർഡ്ലി ഒരു നെഗറ്റീവ് വാക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ആ സെന്റൻസിനകത്ത് വേറെ നോ, നോട്ട് അതുപോലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ഹാർഡ്ലി എനിബഡിയാണ് നോബഡി. ഹാർഡ്ലി എനിവൺ ആണ് നോ വൺ. അപ്പൊ നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഹാർഡ്ലി എനിബഡി ലൈക്സ് ഹിം എന്ന് പറയാം, അല്ലെങ്കിൽ നോബഡി ലൈക്സ് ഹിം എന്ന് പറയാം. ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇഷ്ടങ്ങളെക്കുറിച്ച്, അനിഷ്ടങ്ങളെക്കുറിച്ച്, താല്പര്യങ്ങളെക്കുറിച്ച് എല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അപകടത്തിൽ 2 പേർക്ക് കാര്യമായ പരിക്ക് പറ്റി. ഇവിടെ അപകടമാണ് പരിക്ക് പറ്റുന്നതിന് കാരണമാവുന്നത്. 2 പേർക്ക് പരിക്ക് പറ്റി, പക്ഷെ അവര് കാരണമല്ല ആ പരിക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് പാസീവ് വെർബാണ്. സബ്ജക്റ്റ് ആണ് ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആക്റ്റീവ് വെർബ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ സെന്റൻസ് 2 പേരെ കുറിച്ചുള്ളതാണ്. 2 പേരെന്ന് പറയുമ്പോൾ 2 people. ഒരു വ്യക്തിയെ ഉള്ളുവെങ്കിൽ നമുക്ക് പേഴ്സൺ എന്ന് പറയാം. 1 person. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ പേഴ്സൺസ് അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ പീപ്പിൾ ആണ്. 2 people. പരിക്ക് പറ്റുക എന്ന് പറയുമ്പോൾ ഇഞ്ചർ. ഇവിടെ അവർ കാരണമല്ല അവർക്ക് പരിക്ക് പറ്റുന്നത്, മറ്റൊരു കാരണം, അപകടം കാരണമാണ് പരിക്ക് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 people injured എന്നല്ല നമ്മൾ പറയുന്നത്, അത് ആക്റ്റീവ് വോയിസ് ആണ്. അതിന് പകരം നമുക്ക് വേണ്ടത് പാസീവ് വോയിസ് ആണ്. 2 people were injured in the accident. സാരമായ പരിക്ക് അല്ലെങ്കിൽ കാര്യമായ പരിക്ക് എന്ന് പറയാൻ 2 people were badly അല്ലെങ്കിൽ seriously injured in the accident എന്ന് പറയാം. 2 people were badly injured in the accident. ബാഡ്ലിക്ക് പകരം നമുക്ക് സീരിയസ്ലി ഉപയോഗിക്കാം. അതിന്റെ പൊസിഷൻ കൂടി ശ്രദ്ധിക്കണം. അത് മെയിൻ വെർബിന് മുന്നിലും ഓക്സിലറി വെർബിന് ഇടയിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. പൊതുവെ അഡ്വേർബ്സിന്റെ പൊസിഷൻ അതാണ്. ഇവിടെ നമ്മൾ പാസീവ് വെർബ് were injured ഉപയോഗിക്കുന്നതിന് കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ആയ വ്യക്തികള്, ആളുകള് ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്. അവർക്ക് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, അവരൊന്നും ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ആയ ഒരു കാര്യമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് വഴി നമുക്കൊരു പരിക്ക് പറ്റി അല്ലെങ്കിൽ ഒരു അപകടം പറ്റി എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ആക്റ്റീവ് വോയിസ് തന്നെയാണ്. ഐ ഇഞ്ചേർഡ് മൈസെൽഫ്. അതിനർത്ഥം മറ്റൊരു കാരണമില്ലാതെ, ഒരുപക്ഷെ ഞാൻ വീണതുകൊണ്ടോ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം എനിക്ക് പരിക്ക് പറ്റി എന്നാണ്. ഐ ഇഞ്ചേർഡ് മൈസെൽഫ്. അവിടെ നമ്മൾ ഐ വാസ് ഇഞ്ചേർഡ് എന്ന് പറയില്ല. കാരണം ആ പരിക്ക് പറ്റുന്നതിന് കാരണം നമ്മളാണ് എന്ന രീതിയിലാണ് നമ്മളത് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, ആക്സിഡന്റ് കാരണമാണ് പരിക്ക് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് പാസീവ് വെർബാണ്. 2 people injured അല്ല, 2 people were injured in the accident. അവൾ വീണു, അവൾക്ക് പരിക്ക് പറ്റി. ഇതിനു മുമ്പ് നോക്കിയ സെന്റൻസിൽ പരിക്കിന് കാരണം അപകടമായിരുന്നു. ഇവിടെ അങ്ങനെയില്ല, അവൾ വീണു എന്നാണ് പറയുന്നത്. അവൾ വീണു, മനഃപൂർവ്വം വീണതായിരിക്കില്ല, എന്നാൽ പോലും അവൾ വീണാണ് അവൾക്ക് പരിക്ക് പറ്റുന്നത്. അവൾ വീണു എന്ന് പറയുമ്പോൾ she fell. അവൾക്ക് പരിക്ക് പറ്റി. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആക്റ്റീവ് വെർബ് തന്നെയാണ്. കാരണം ആ പരിക്ക് പറ്റുന്നതിന് കാരണമായ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനാവുന്നില്ല. അപ്പൊ നമ്മളത് ഇങ്ങനെ പറയും, ഷീ ഫെൽ ആൻഡ് ഇഞ്ചേർഡ് ഹെർസെൽഫ്. ഷീ ഫെൽ ആൻഡ് ഇഞ്ചേർഡ് ഹെർസെൽഫ്. ഇഞ്ചർ എന്ന വെർബിന് ഒരു ഒബ്ജക്റ്റ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. പരിക്ക് പറ്റി എന്ന് പറയുമ്പോൾ എന്തിനാണ് പരിക്ക് പറ്റിയതെന്ന് നമുക്ക് പറയണം. ഇപ്പൊ അവൾ വീണ അവളുടെ തലയ്ക്ക് പരിക്ക് പറ്റി എന്നാണെങ്കിൽ ഷീ ഫെൽ ആൻഡ് ഇഞ്ചേർഡ് ഹെർ ഹെഡ് എന്ന് പറഞ്ഞാൽ മതി. കാലിനാണെങ്കിൽ ഇഞ്ചേർഡ് ഹെർ ലെഗ്, കൈക്കാണെങ്കിൽ ഇഞ്ചേർഡ് ഹെർ ഹാൻഡ്. ഇവിടെ ഏത് അവയവത്തിനാണ് പരിക്ക് പറ്റിയതെന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. അതായത് ഹിംസെൽഫ്, ഹെർസെൽഫ്, മൈസെൽഫ് പോലുള്ള ഒരു പ്രൊനൗൺ ആണ് പിന്നെ നമ്മൾ അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റിഫ്ലെക്സീവ് പ്രൊനൗൺ ഹെർസെൽഫ് ആണ്. സബ്ജക്റ്റ് ഹി ആയിരുന്നെങ്കിൽ നമ്മൾ പറയുക ഹിംസെൽഫ് ആവുമായിരുന്നു. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ മൈസെൽഫ്. ഷീ ഫെൽ ആൻഡ് ഇഞ്ചേർഡ് ഹെർസെൽഫ്. ഷീ ഫെൽ ആൻഡ് വാസ് ഇഞ്ചേർഡ് അല്ല, ഷീ ഫെൽ ആൻഡ് ഇഞ്ചേർഡ് ഹെർസെൽഫ്. ഇഞ്ചേർഡ് മാത്രം പോരാ, അതിനുശേഷം നമുക്കൊരു ഒബ്ജക്റ്റ് കൂടി വേണം. നീ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഗൗരവം ആയി കാണപ്പെടുന്നത്? കാഴ്ചയിൽ ഒരാൾ എങ്ങനെയാണ് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർബാണ് ലുക്ക്. നീ എപ്പോഴും ഗൗരവമായി കാണപ്പെടുന്നു. യു ലുക്ക് സീരിയസ്.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലുക്ക് ഒരു കോപ്പുലർ വെർബാണ്. അത് വെർബാണ്, പക്ഷെ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്വർബ് അല്ല, അഡ്ജക്റ്റീവ് ആണ്. യു ലുക്ക് സീരിയസ്ലി അല്ല, യു ലുക്ക് സീരിയസ്. സൗണ്ട്, ടേസ്റ്റ്, ഫീൽ ഇതെല്ലാം കോപ്പുലർ വെർബ്സ് ആണ്. അതുപോലെ തന്നെ ബി, അതും ഒരു കോപ്പുലർ വെർബാണ്. ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുക അഡ്ജക്റ്റീവ് ആണ്, അഡ്വർബ് അല്ല. അപ്പൊ നീ ഗൗരവമായി കാണപ്പെടുന്നു എന്ന് പറയാൻ യു ലുക്ക് സീരിയസ് എന്ന് പറഞ്ഞാൽ മതി. യു ലുക്ക് സീരിയസ്ലി അല്ല, യു ലുക്ക് സീരിയസ്. എല്ലായ്പ്പോഴും എന്നതിന് നമുക്ക് ഓൾവേസ് എന്നൊരു അഡ്വർബ് കൂടി ഇടയിൽ ഉപയോഗിക്കാം. യു ഓൾവേസ് ലുക്ക് സീരിയസ്. അതിന്റെ പൊസിഷൻ ശ്രദ്ധിക്കണം, അത് മെയിൻ വെർബിന് മുന്നിലായിട്ടാണ്. ഓൾവേസ്, എവർ, നെവർ, റെയർലി, ഫ്രീക്വന്റ്ലി, ഓഫൺ അതുപോലുള്ള അഡ്വർബ്സ് വരുന്നത്. യു ഓൾവേസ് ലുക്ക് സീരിയസ്. എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഗൗരവമായി കാണപ്പെടുന്നത് എന്നാണ് ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ വേർഡ് ഓർഡർ ആണ് ഇവിടെ വേണ്ടത്. ഈ സെന്റൻസ് യു ഓൾവേസ് ലുക്ക് സീരിയസ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു അഫിർമേറ്റീവ് സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ്സ് ഒന്നും തന്നെ കാണില്ല. പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഓക്സിലറി വെർബ് വേണം. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡുവോ ഡസോ ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്, ഡസ് അല്ല. യു ഓൾവേസ് ലുക്ക് സീരിയസ് എന്നതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ നമുക്ക് യുവിന് മുന്നിൽ ഡു ഉപയോഗിച്ചാൽ മതി. ഡു യു ഓൾവേസ് ലുക്ക് സീരിയസ്. നീ എപ്പോഴും സീരിയസ് ആയാണോ കാണപ്പെടുന്നത് എന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് കിട്ടുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചാണ്. എന്തുകൊണ്ട്? വൈ ഡു യു ഓൾവേസ് ലുക്ക് സീരിയസ്? എന്തുകൊണ്ടാണ് നീ എല്ലായ്പ്പോഴും ഇങ്ങനെ സീരിയസ് ആയി ഗൗരവത്തിൽ കാണപ്പെടുന്നത്? വൈ ഡു യു ഓൾവേസ് ലുക്ക് സീരിയസ്? വൈ യു ഓൾവേസ് ലുക്ക് സീരിയസ് അല്ല, നമുക്ക് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിന് മുന്നിൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. ഒരു WH ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചാണ് തുടങ്ങുക. അതിനുശേഷമാണ് ഓക്സിലറി വെർബ് വരിക. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ആ ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. WH ക്വസ്റ്റ്യൻ്റെ കേസിൽ WH ക്വസ്റ്റ്യൻ വേർഡിന് ശേഷമാണ് ആ ഓക്സിലറി വെർബ് വരുന്നത്. ഇത്ര സീരിയസ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സോ സീരിയസ് എന്ന് പറയുന്നത്. സോ അഡ്ജക്റ്റീവ്സിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിഗ്രി മോഡിഫയർ ആണ്. നൗൺസിന് മുന്നിൽ നമുക്ക് സോ ഉപയോഗിക്കാൻ സാധിക്കില്ല, അത് അഡ്ജക്റ്റീവിന് മുന്നിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വൈ ഡു യു ഓൾവേസ് ലുക്ക് സോ സീരിയസ്? ഞങ്ങൾ ആകെ 1-2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വി ഹാവ് മെറ്റ്. 1-2 പ്രാവശ്യം, വൺസ് ഓർ ട്വൈസ്. ആകെ 1-2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലി എന്നൊരു അഡ്വർബ് കൂടി ഇടയിൽ ചേർക്കണം. അതിന് ആക്ച്വലി 2 പൊസിഷൻ സാധ്യമാണ്, പല പൊസിഷൻ സാധ്യമാണ്. നമുക്ക് അത് ഏത് വാക്കിനെയാണോ മോഡിഫൈ ചെയ്യുന്നത് അതിന് മുന്നിൽ ഉപയോഗിക്കാം. ഇവിടെ 1-2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ 1-2 പ്രാവശ്യം എന്ന എക്സ്പ്രഷന് മുന്നിൽ നമുക്ക് ഓൺലി ഉപയോഗിക്കാവുന്നതാണ്. വി ഹാവ് മെറ്റ് ഓൺലി വൺസ് ഓർ ട്വൈസ്. ഓൺലി നമുക്ക് ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിൽ ഉപയോഗിക്കാവുന്നതാണ്. വി ഹാവ് ഓൺലി മെറ്റ് വൺസ് ഓർ ട്വൈസ് എന്നും നമുക്ക് പറയാം. വി ഹാവ് ഓൺലി മെറ്റ് വൺസ് ഓർ ട്വൈസ് അങ്ങനെയും പറയാവുന്നതാണ്. വൺസ് ഓർ ട്വൈസ് എന്ന എക്സ്പ്രഷന് പകരം നമുക്ക് എ കപ്പിൾ ഓഫ് ടൈംസ് എന്നോ എ ഫ്യൂ ടൈംസ് എന്നോ എല്ലാം പറയാം. വി ഹാവ് ഓൺലി മെറ്റ് എ കപ്പിൾ ഓഫ് ടൈംസ് അല്ലെങ്കിൽ വി ഹാവ് മെറ്റ് ഓൺലി എ ഫ്യൂ ടൈംസ്. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല എന്ന് തന്നെ പറയാം. എന്ന് തന്നെ പറയാം എന്നതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. നമ്മൾ 1-2 തവണ കണ്ട ഒരാളെ കുറിച്ച് വലിയൊരു ധാരണയില്ലെങ്കിലും എന്തെങ്കിലും എല്ലാം നമുക്ക് തീർച്ചയായും അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് അവരെ അറിയുകയേ ഇല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് വി ഡോണ്ട് നോ ഈച്ച് അതർ എന്ന് തന്നെയാണ്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. അറിയില്ല എന്ന് തന്നെ പറയാമെന്ന് പറയുമ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ എന്തോ ഉണ്ട് അവരെ കുറിച്ച് നമുക്ക്. അപ്പൊ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർഡ്ലി ആണ്. നമുക്കത് ഇങ്ങനെ പറയാം, വി ഹാർഡ്ലി നോ ഈച്ച് അതർ. വി ഹാർഡ്ലി നോ ഈച്ച് അതർ. ഹാർഡ്ലി നെഗറ്റീവ് വേർഡാണ്, നേരത്തെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സെന്റൻസിനകത്ത് നോട്ട്, നോ അതുപോലുള്ള വാക്കുകൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഇത് തന്നെ നമുക്ക് ഹാർഡ്ലി ഇല്ലാതെയും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്? വി നോ ഈച്ച് അതർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്നാണ്. അറിയില്ല എന്ന് പറയുമ്പോൾ വി നോ ഈച്ച് അതർ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ വേണ്ടി ഡൂവും ഡസും ഉപയോഗിക്കണം. ഇവിടെ നെഗറ്റീവ് ഉണ്ടാക്കാൻ സബ്ജക്റ്റ് വി ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡോണ്ട് ആണ്.
വി ഡോണ്ട് നോ ഈച്ച് അതർ. അതിനർത്ഥം നമുക്ക് അറിയേയില്ല എന്നാണ്, പരസ്പരം അറിയില്ല. വി ഹാർഡ്ലി നോ ഈച്ച് അതർ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ഒരു പക്ഷെ അറിയുമായിരിക്കും, കാര്യമായി അറിയില്ല എന്ന അർത്ഥമാണുള്ളത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയത് കാരണമാണ് നമ്മളിവിടെ ഡോണ്ട് ഉപയോഗിച്ചത്. നോ എന്ന വെർബ് നമ്മൾ മറ്റ് ടെൻസസിൽ പൊതുവെ യൂസ് ചെയ്യില്ല. സിമ്പിൾ പ്രസന്റിൽ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ അങ്ങനെയാണ് അത് ഉപയോഗിക്കാറ്. അതിന്റെ ING ഫോം നമ്മൾ നോർമലി ഉപയോഗിക്കാറില്ല. അവനൊരു ജോലി കിട്ടാത്തതിൽ എനിക്ക് അതിശയമില്ല. എനിക്ക് അതിശയമില്ല അല്ലെങ്കിൽ എനിക്ക് അത്ഭുതമില്ല എന്നെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് ഐ എം നോട്ട് സർപ്രൈസ്ഡ്. വണ്ടർ എന്ന വാക്ക് ഉപയോഗിക്കരുത്. സർപ്രൈസ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തന്നെ V3 ആണ് ഉപയോഗിക്കുന്നത്. ഐ ആം നോട്ട് സർപ്രൈസ്ഡ്. ഞാൻ അതിശയിക്കുന്നില്ല, എനിക്ക് അതിശയമില്ല. അവനൊരു ജോലി കിട്ടിയില്ല. ഹീ ഡിഡിൻറ്റ് ഗെറ്റ് എ ജോബ്. അവന് ജോലി കിട്ടാത്തതിലാണ് എനിക്ക് അതിശയമില്ലാത്തത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ദാറ്റ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. ഐ എം നോട്ട് സർപ്രൈസ്ഡ് ദാറ്റ് ഹീ ഡിഡിൻറ്റ് ഗെറ്റ് ദ ജോബ്. ഒരു ജോലി എന്നതിന് എ ജോബ് എന്നാണ് പറയുന്നത്. ദ ജോബ് എന്ന് പറയുമ്പോൾ ആ ജോലി എന്ന അർത്ഥമാണ് വരുന്നത്. ഐ എം നോട്ട് സർപ്രൈസ്ഡ് ദാറ്റ് ഹീ ഡിഡിൻറ്റ് ഗെറ്റ് ദ ജോബ്. അവന് ആ ജോലി ലഭിക്കാത്തതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല, അതിശയമൊന്നുമില്ല. ഇവിടെ സർപ്രൈസ്ഡ് എന്ന V3 ആണ് ഉപയോഗിക്കുന്നത്. ING ഫോം അല്ല യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കണം. ഐ എം നോട്ട് സർപ്രൈസിങ് അല്ല, ഐ എം നോട്ട് സർപ്രൈസ്ഡ് ആണ്. ആ ഒരു ഇമോഷൻ, അതിശയം അല്ലെങ്കിൽ അത്ഭുതം എന്നത് അനുഭവിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രത്യേക ഇമോഷൻ അനുഭവിക്കുന്ന ആളിനെ കുറിച്ച് പറയുമ്പോൾ V3 ആണ് ഉപയോഗിക്കുന്നത്. ആ ഇമോഷൻ ഉണ്ടാക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ING ഫോം ഉപയോഗിക്കുന്നത്. അത് തെറ്റി ഉപയോഗിക്കരുത്. ഐ എം നോട്ട് സർപ്രൈസ്ഡ് ദാറ്റ് ഹീ ഡിഡിൻറ്റ് ഗെറ്റ് ദ ജോബ്. അവൻ കാര്യമായി ഒന്നും ശ്രമിച്ചിട്ടില്ല. അതെങ്ങനെ പറയും? അവൻ ശ്രമിച്ചില്ല എന്നതിനെ ഹീ ഡിഡിൻറ്റ് ട്രൈ എന്നാണ് പറയേണ്ടത്. ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ട്രൈഡ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതിന്റെ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് ആണ്. ഹീ ട്രൈഡ് എന്നതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഹീ ഡിഡിൻറ്റ് ട്രൈ. ഹീ ഡിഡിൻറ്റ് ട്രൈ എന്ന് പറയുമ്പോൾ അവൻ ശ്രമിച്ചിട്ടേ ഇല്ല. അവൻ കാര്യമായി ഒന്നും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചെറിയ എഫേർട്ട് എന്തോ അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹീ ഡിഡിൻറ്റ് ട്രൈ എന്നല്ല പറയുന്നത്, അതിന് പകരം ഹാർഡ്ലി ആണ് ഉപയോഗിക്കുന്നത്. ഹീ ഹാർഡ്ലി ട്രൈഡ്. ഹീ ഹാർഡ്ലി ട്രൈഡ്. ഡിഡിൻറ്റ് ട്രൈ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഹാർഡ്ലി ട്രൈഡ് എന്നതും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഹാർഡ്ലിക്ക് ശേഷം പിന്നെ നോ, നോട്ട് അതൊന്നും ഉപയോഗിക്കരുത്. അവനൊരു ജോലി കണ്ടുപിടിക്കാൻ നല്ലതുപോലെ ശ്രമിച്ചു. അവൻ നല്ലതുപോലെ ശ്രമിച്ചു. ഹീ ട്രൈഡ് ഹാർഡ്. നല്ലതുപോലെ എന്ന് കാണുമ്പോൾ വെൽ എന്നൊന്നും എഴുതി വെക്കരുത്. കഠിനമായി ശ്രമിച്ചു, അതാണ് നമുക്ക് പറയേണ്ടത്. ഹീ ട്രൈഡ് ഹാർഡ്. എന്തിന്? ഒരു ജോലി കണ്ടുപിടിക്കാൻ. ടു ഫൈൻഡ് എ ജോബ്. ഹീ ട്രൈഡ് ഹാർഡ് ടു ഫൈൻഡ് എ ജോബ്. ഹീ ട്രൈഡ് ഹാർഡ് ടു ഫൈൻഡ് എ ജോബ്. പക്ഷെ അവന് ഭാഗ്യം ഉണ്ടായില്ല. ബട്ട് ഹീ ഹാഡ് നോ ലക്ക്. ഭാഗ്യം ഉണ്ടായില്ല എന്നതിനാണ് ഹാഡ് നോ ലക്ക് എന്ന് പറയുന്നത്. ഹീ ഡിഡിൻറ്റ് ഹാവ് എനി ലക്ക് എന്നും നമുക്ക് പറയാം. ഹീ ട്രൈഡ് ഹാർഡ് ടു ഫൈൻഡ് എ ജോബ് ബട്ട് ഹീ ഡിഡിൻറ്റ് ഹാവ് എനി ലക്ക്. അല്ലെങ്കിൽ ഹീ ഹാഡ് നോ ലക്ക്. ഹാഡിന്റെ നെഗറ്റീവ് ആണ് ഡിഡിൻറ്റ് ഹാവ്. എൻ്റെ കാല വേദനിക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ നമ്മൾ പറയും? വേദനിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ എപ്പോഴോ കണ്ടിന്യൂസ് ആയിരുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച്, ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. മൈ ലെഗ് വാസ് ഏക്കിംഗ് അല്ലെങ്കിൽ ഹേർട്ടിങ്. മൈ ലെഗ് വാസ് ഏക്കിംഗ് അല്ലെങ്കിൽ ഹേർട്ടിങ്. എനിക്ക് നടക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് വാക്ക്. എനിക്ക് നടക്കാൻ കഴിഞ്ഞില്ല, ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കുഡിൻറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഐ വാസ് നോട്ട് ഏബിൾ ടു വാക്ക് എന്നും പറയാം. പക്ഷെ പൊതുവെ ഒരു കാര്യം സാധിച്ചില്ല, കഴിഞ്ഞില്ല എന്നെല്ലാം പറയാൻ നമുക്ക് കുഡിൻറ്റ് എല്ലായ്പ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. ഐ കുഡിൻറ്റ് വാക്ക്. എനിക്ക് നടക്കാൻ കഴിഞ്ഞില്ല. അത് അത്രയ്ക്ക് ബോറിംഗ് സിനിമയായിരുന്നു. സിനിമയാണ് നമ്മളെ ബോറടിപ്പിക്കുന്നത് അല്ലെ? അത് ബോറടിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതായത് ബോറടി എന്ന ഇമോഷൻ ഉണ്ടാക്കുന്നത് ആ സിനിമയാണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയാ, ഇറ്റ് വാസ് സച്ച് എ ബോറിംഗ് ഫിലിം. ഇറ്റ് വാസ് സച്ച് എ ബോറിംഗ് ഫിലിം. സച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര എന്ന അർത്ഥത്തിലാണ്. അതൊരു ഡിഗ്രി അഡ്വർബ് ആണ്. സച്ച് ഉപയോഗിക്കുക ഒരു നൗണിന് മുന്നിലാണ്, അല്ലെങ്കിൽ ഒരു അജക്റ്റീവ് പ്ലസ് നൗണിന് മുന്നിലാണ്. നേരത്തെ ഒരു എക്സാമ്പിളിൽ സോ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ നോക്കിയിരുന്നു. സോ ഉപയോഗിക്കുന്നത് അജക്റ്റീവിന് മുന്നിലാണ്. ആ അജക്റ്റീവിന്റെ കൂടെ ഒരു നൗൺ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സോ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക സച്ച് ആണ്. ഇവിടെ ഫിലിം എന്നത് സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സച്ച് മാത്രം പോരാ, സച്ച് എ എന്ന എക്സ്പ്രഷൻ വേണം. ഫിലിംസ് ആയിരുന്നെങ്കിൽ നമ്മൾ എ ഉപയോഗിക്കില്ല, അതിന് പകരം സച്ച് മാത്രമാണ് ഉപയോഗിക്കുക.
ഇറ്റ് വാസ് സച്ച് എ ബോറിംഗ് ഫിലിം, അല്ലെങ്കിൽ ദ ഫിലിം വാസ് സോ ബോറിംഗ്, അങ്ങനെയും നമുക്ക് പറയാം. ദ ഫിലിം വാസ് സോ ബോറിംഗ്. അപ്പൊ ഇവിടെ ബോറിംഗ് എന്ന അഡ്ജക്റ്റീവിന് മുന്നിൽ ING ഫോംസും V3യും, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളും നമുക്ക് അഡ്ജക്റ്റീവായി ഉപയോഗിക്കാൻ സാധിക്കും. ദ ഫിലിം വാസ് സോ ബോറിംഗ്. ബോറിംഗ് എന്ന അഡ്ജക്റ്റീവിന് മുന്നിൽ നമ്മൾ സച്ച് അല്ല ഉപയോഗിച്ചത്, സോ ആണ് ഉപയോഗിച്ചത്. പക്ഷെ ബോറിംഗ് ഫിലിം എന്ന എക്സ്പ്രഷന് മുന്നിൽ, ആ നൗൺ ഫ്രേസിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സച്ച് എ ആണ്, സോ അല്ല. ഇറ്റ് വാസ് സച്ച് എ ബോറിംഗ് ഫിലിം. ഒരു നൗണിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് പ്ലസ് നൗണിന് മുന്നിൽ സച്ച് വേണം ഉപയോഗിക്കാൻ. ഒരു അഡ്ജക്റ്റീവിന് മുന്നിലാണ് സോ ഉപയോഗിക്കുന്നത്. അത് കാണുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയുന്നത് ഐ സ്ലെപ്റ്റ് എന്നല്ല. ഐ സ്ലെപ്റ്റ് എന്നതിന് ഞാൻ ഉറങ്ങി എന്നാണ് അർത്ഥം. ഐ സ്ലെപ്റ്റ് ഫോർ 2 hours. ഞാൻ 2 മണിക്കൂർ ഉറങ്ങി. ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ നമ്മൾ ഉറങ്ങിപ്പോയി, അത് പറയാൻ ഐ ഫെൽ അസ്ലീപ്പ് എന്നാണ് പറയുന്നത്, ഐ സ്ലെപ്റ്റ് അല്ല. ഇത് ശ്രദ്ധിക്കണം. ഐ ഫെൽ അസ്ലീപ്പ്, ഞാൻ ഉറങ്ങിപ്പോയി. സിനിമ കാണുന്നതിനിടയിൽ, വൈൽ ഐ വാസ് വാച്ചിങ് ഇറ്റ്. ആ സിനിമ കാണുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. നമുക്കിവിടെ വൈലിന് ശേഷം സബ്ജക്റ്റും ഓക്സിലറി വെർബും ഒമിറ്റ് ചെയ്യാൻ സാധിക്കും. വൈൽ വാച്ചിങ് ഇറ്റ് എന്ന് പറഞ്ഞാലും മതി. ഐ ഫെൽ അസ്ലീപ്പ് വൈൽ വാച്ചിങ് ഇറ്റ്. അത് കാണുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി എന്നതിന് സ്ലെപ്റ്റ് എന്നല്ല പറയുന്നത്, ഫെൽ അസ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഐ ഫെൽ അസ്ലീപ്പ് വൈൽ വാച്ചിങ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ഫെൽ അസ്ലീപ്പ് വൈൽ ഐ വാസ് വാച്ചിങ് ഇറ്റ്. എനിക്ക് അല്പം വിശ്രമം കൂടിയേ തീരും. നിർബന്ധമായും അല്പം വിശ്രമം ലഭിച്ചേ തീരും. ഇങ്ങനെ നമുക്ക് അത്യാവശ്യമാണ് എന്തെങ്കിലും എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അഡ്വർബാണ് ബാഡ്ലി. ഐ ബാഡ്ലി നീഡ് സം റെസ്റ്റ്. ഇവിടെ നമുക്ക് ബാഡ്ലിക്ക് പകരം വേണമെങ്കിൽ ഡെസ്പറേറ്റ്ലി ഉപയോഗിക്കാം. ഐ ഡെസ്പറേറ്റ്ലി നീഡ് സം റെസ്റ്റ്. പൊസിഷൻ ശ്രദ്ധിക്കുക, മെയിൻ വെർബായ നീഡിന് മുന്നിലാണ് ബാഡ്ലി വന്നിട്ടുള്ളത്. ഐ ബാഡ്ലി നീഡ് സം റെസ്റ്റ്, അല്ലെങ്കിൽ ഐ ഡെസ്പറേറ്റ്ലി നീഡ് സം റെസ്റ്റ്. മഴ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ പുറത്തുപോയി. ഇവിടെ നമ്മൾ കോൺട്രാസ്റ്റിംഗ് ആയ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മഴ ഉണ്ടായിരുന്നു. 2, ഞങ്ങൾ പുറത്തുപോയി. മഴയുള്ള സമയത്ത് പൊതുവെ ആളുകൾ വീട്ടിലിരിക്കാനാണ് പ്രിഫർ ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ പുറത്തുപോയി എന്നാണ് പറയേണ്ടത്. മഴ ഉണ്ടായിരുന്നു, ഇറ്റ് വാസ് റെയിനിങ്. ഇംഗ്ലീഷിൽ നമ്മൾ വെതറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഉപയോഗിച്ചാണ്. ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തുപോയി, വി വെന്റ് ഔട്ട്. കോൺട്രാസ്റ്റിംഗ് ആയ, പരസ്പര വിരുദ്ധങ്ങളായ ഇങ്ങനത്തെ ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ നമുക്ക് ദോ, ഓൾദോ പോലുള്ള കൺജങ്ഷൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് പോലുള്ള പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാം. നമുക്കിത് 2 രീതിയിലും പറയാം. ദോ ഇറ്റ് വാസ് റെയിനിങ് വി വെന്റ് ഔട്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തുപോയി. ഇത് തന്നെ നമുക്ക് ഡെസ്പൈറ്റ് ഉപയോഗിച്ചും പറയാം. ഡെസ്പൈറ്റ് ഒരു പ്രിപ്പോസിഷനാണ്. അതിനുശേഷം പിന്നെ വരിക ഒരു നൗൺ, പ്രൊനൗൺ അല്ലെങ്കിൽ ING ഫോം ആയിരിക്കും. ഒരു പ്രിപ്പോസിഷന് ശേഷം വരുന്ന ആ നൗണോ പ്രൊനൗണോ ING ഫോമോ ആ പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആണ്. ഒരു പ്രിപ്പോസിഷന് ശേഷം നമുക്കൊരു ക്ലോസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ ഡെസ്പൈറ്റ് ദ റെയിൻ എന്ന് പറയുമ്പോൾ മഴ വക വെക്കാതെ എന്ന് തന്നെയാണ്. വി വെന്റ് ഔട്ട് ഡെസ്പൈറ്റ് ദ റെയിൻ, മഴ വക വെക്കാതെ ഞങ്ങൾ പുറത്തുപോയി. ദോ അല്ലെങ്കിൽ ഓൾദോ ഉപയോഗിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുക വി വെന്റ് ഔട്ട് ദോ ഇറ്റ് വാസ് റെയിനിങ് എന്നാണ്. ദോ ഇറ്റ് വാസ് റെയിനിങ് വി വെന്റ് ഔട്ട്. ദോയ്ക്ക് പകരം നമുക്ക് ഓൾദോ ഉപയോഗിക്കാം. കുറച്ചുകൂടി സ്ട്രോങ് ആയ ഒരു വാക്ക് വേണമെങ്കിൽ നമുക്ക് ഈവൻ ദോയും അവിടെ ഉപയോഗിക്കാം. വി വെന്റ് ഔട്ട് ഈവൻ ദോ ഇറ്റ് വാസ് റെയിനിങ്. ദോ ഉപയോഗിക്കുന്ന ക്ലോസ് അല്ലെങ്കിൽ ഓൾദോ ഉപയോഗിക്കുന്ന ക്ലോസ് നമ്മൾ പൊതുവെ ആദ്യമാണ് ഉപയോഗിക്കുക. ദോ ഇറ്റ് വാസ് റെയിനിങ് വി വെന്റ് ഔട്ട്. ഡെസ്പൈറ്റിന് ശേഷം നമുക്ക് ക്ലോസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഡെസ്പൈറ്റ് ആയാലും ഇൻസ്പൈറ്റ് ഓഫ് ആയാലും പ്രിപ്പോസിഷൻസ് ആണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക ING ഫോം നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ്. ഡെസ്പൈറ്റിന് ശേഷം ഓഫ് ഇല്ല എന്നുകൂടി ശ്രദ്ധിക്കണം. ഇൻസ്പൈറ്റ് ഓഫ് എന്നത് 3 വാക്കാണ്, അതിൽ ഓഫ് ഉണ്ട്. ശബ്ദം കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐ കുഡിന്റ് സ്ലീപ്പ്. ശബ്ദമായിരുന്നു കാരണം. ഐ കുഡിന്റ് സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദ നോയ്സ്. ബിക്കോസ് ഓഫ് ഒരു പ്രിപ്പോസിഷൻ ആണ്. അതിനുശേഷം വരുന്നതും നൗണോ പ്രൊനൗണോ ING ഫോമോ എല്ലാം ആയിരിക്കും. ബിക്കോസ് കൺജങ്ഷൻ ആണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക ഒരു ക്ലോസ് ആണ്. ഐ കുഡിന്റ് സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദ നോയ്സ്. ശബ്ദം കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബഹളം ഉണ്ടായിട്ടും ഞാൻ ഉറങ്ങി. നേരത്തെ പറഞ്ഞത് ശബ്ദം കാരണം ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ്. ഇവിടെ പറയുന്നത് ശബ്ദം ഉണ്ടായിട്ടും ബഹളം ഉണ്ടായിട്ടും ഞാൻ ഉറങ്ങി എന്നാണ്. അതായത് ആ ബഹളം വക വയ്ക്കാതെ ഞാൻ ഉറങ്ങി. ഇവിടെ നമുക്ക് ഡെസ്പൈറ്റ് ദ നോയ്സ് എന്ന് പറയാം. ഡെസ്പൈറ്റ് ദ നോയ്സ് ഐ സ്ലെപ്റ്റ്. ഞാൻ ഉറങ്ങി. ഡെസ്പൈറ്റ് ദ നോയ്സ് ഐ സ്ലെപ്റ്റ്. അല്ലെങ്കിൽ
ഐ സ്ലെപ്റ്റ് ദോ ഇറ്റ് വാസ് വെരി നോയ്സി. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന ഫീച്ചർ കൂടി യൂസ് ചെയ്യാം.